ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ റിവ്യൂവിൽ പറയുന്നത് പാരഡൈസ് എന്ന് പറഞ്ഞ ഫിലിമിനെ പറ്റിയാണ്. He is also buried. One day he will wake up and save Sri Lanka. അപ്പോൾ ഈ ഫിലിം 2024 ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് തിയേറ്ററിൽ വന്നിട്ട് OTT ആമസോൺ പ്രൈമിൽ റിലീസായിട്ടുണ്ട്. അപ്പോൾ ഈ ഫിലിമിൽ പ്രധാനമായിട്ട് അഭിനയിക്കുന്നത് റോഷൻ മാത്യു, അതുപോലെ ദർശന രാജേന്ദ്രൻ. അപ്പോൾ ഇവർ കപ്പിളാണ്. ഇപ്പോൾ ഇവർ ശ്രീലങ്കയിലേക്ക് വന്നിട്ട് അവിടെ ഒരു കോട്ടേജിൽ താമസിച്ചിട്ട് അതിന് ശേഷം അവിടെ നടക്കുന്ന കുറച്ച് സംഭവ വികാസങ്ങളാണ് കഥ പറയുന്നത്. 2022 ശ്രീലങ്കയിൽ ആഭ്യന്തര കലാപം ഉണ്ടാകുന്നുണ്ട്. കാരണം അവിടെ ഇന്ധനത്തിനും ഫുഡ്, അതുപോലെ വാട്ടർ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഒരു 2022 മെയ് ജൂൺ ആ ഒരു സമയത്താണ്. ജൂൺ മാസത്തിലാണ് അവരവിടെ ചെല്ലുന്നത്. അതിനുശേഷം അവർക്കൊരു ഗൈഡ് ഉണ്ട്. ഗൈഡ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനൊരു മെയിൻ റോളുണ്ട്. അപ്പോൾ ആ ഗൈഡും ഇവരുമായിട്ട് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ, ശ്രീലങ്കയുടെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി ചുറ്റി നടന്ന് കണ്ട്, അപ്പോൾ അതിനുശേഷം അതോടുകൂടി ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സിനിമ തുടങ്ങി ഒരു 25 മിനിറ്റ് കഴിയുമ്പോൾ ഒരു സംഭവം നടക്കുന്നു. ആ സംഭവത്തിന് ശേഷം അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഈ സിനിമയുടെ ഒരു പശ്ചാത്തലമായിട്ട് പറയുന്നത്. സംഭവം എന്താണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടു തന്നെ നോക്കുക. ആമസോൺ പ്രൈമിൽ ഇത് അവൈലബിൾ ആണ്. മെയിനായിട്ട് ആ പോലീസുകാരൻ, ഗൈഡ്, അതുപോലെ ദർശന, നമ്മുടെ റോഷൻ മാത്യുവിൻ്റെ കഥാപാത്രം, ഇങ്ങനെ 4 പേരാണ് ഈ സിനിമയിലുള്ളത്. കൂടാതെ ആ ഒരു കോട്ടേജിലുള്ള ഡ്രൈവർ, ഒരു കുക്ക്, അതുപോലെ ഒരു സഹായി, ഇങ്ങനെ 5-6 കഥാപാത്രങ്ങൾ മാത്രമേ ഈ ഒരു ഫിലിമിലുള്ളൂ. ചെറിയൊരു ത്രില്ലർ പശ്ചാത്തലമുള്ള ഒരു പടമാണ്. പക്ഷേ നിങ്ങൾക്കൊരു 1.5 മണിക്കൂർ ഒരു ഡോക്യുമെൻ്ററി പോലെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫിലിമാണ്. ഒരു ത്രില്ലറായിട്ടോ ഒരു സസ്പെൻസ് ആയിട്ടോ അങ്ങനെയുള്ള ഒന്നും ഒരു സിനിമയല്ല. ജസ്റ്റ് നിങ്ങൾക്കൊരു 1 ടൈം വാച്ചബിൾ ആയിട്ട് വീട്ടിലിരുന്ന് OTT കാണാൻ പറ്റുന്ന ഒരു ഫിലിമാണ്. നമുക്കിതിനകത്ത് റേറ്റിംഗ് കൊടുക്കാൻ പറ്റുന്നത് 10-ൽ 5 മാത്രമേ ഉള്ളൂ. ഒരു ആവറേജ് ഫിലിമാണെന്ന് പറയാം. ഒരു ആവറേജിൽ താഴ്ന്ന ഒരു ഫിലിം, ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാം, അത്രമാത്രം. നിങ്ങൾക്കൊരു സസ്പെൻസ് മൂഡോ ഒരു ത്രില്ലർ മൂഡോ ഒരു ഫീൽ ഗുഡ് മൂവി അങ്ങനത്തെ തരത്തിലൊന്നും ഒരു മൂവിയല്ല. ഒരു ലാസ്റ്റ് ഒരു ബാഡ് എൻഡിങ് മൂവിയാണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കണ്ടു നോക്കാം. സോ ഇത്രയുള്ള ഈ വീഡിയോയെ കുറിച്ച് പറയാനുള്ളത്, ഈ ഫിലിമിനെ കുറിച്ച് പറയാനുള്ളത് നിങ്ങൾക്ക് താഴെ വന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്.